അമ്മവാ ഇവൻ പണ്ടും ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കും, ഒന്നും പുറത്ത് കാണിക്കില്ല. ക്ലീറ്റസേ, എടാ നിന്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ? പിന്നെ ഇല്ല പറഞ്ഞൂടെ? അല്ല, എന്റെ ഭാര്യ നിങ്ങളോട് വന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? അയ്യോ അതെന്താന്നറിയോ, നാത്തൂൻ തമാശയായിട്ടല്ലേ വന്ന് പറഞ്ഞേ, കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇവള് മലയാളത്തിലെ കോമഡി നടിയല്ലേ, വന്ന് തമാശയായിട്ട് പറയാൻ. അതല്ലടാ, ഇവൾക്ക് പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞ അവളുടെ മുഖം മാറും. ചെറുപ്പം മുതലേ അവൾ അങ്ങനെയായിട്ട്. നിന്റെ മുഖത്ത് നീ ഒന്ന് ചിരിക്കടി. അങ്ങനെ ചിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ കാല് വന്ന് പിടിച്ചതല്ലേ, ക്ലീറ്റോനെ പിണക്കല്ലേ 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 എന്ന്. അതിന് ആര് പിണക്കി ക്ലീറ്റോനെ? ക്ലീറ്റോനെ നമ്മൾ പിണക്കിയില്ലല്ലോ. പിണക്കാതെ പെയിന്റ് അടിക്കാൻ നീ എന്താടാ പറഞ്ഞത്? പെയിന്റ് അടിക്കാൻ അത് കൊള്ളാവുന്ന ആരെങ്കിലും പെയിന്റ് അടിക്കണ്ടേ? അതുകൊണ്ടല്ല നാത്തൂനെ, ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് നമ്മുടെ കെട്ടിടം പെയിന്റ് അടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അപ്പൊ ബിസിനസിന് റൂം തരാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? അത് മോശമല്ലേ? ക്ലീറ്റോ ചേട്ടൻ ജോലി എടുക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ, ഇത്രയും കാലം നമ്മൾ അവന് ഒരു ജോലിക്ക് വിട്ടിട്ടുണ്ടോ? നല്ല കുടുംബക്കാര്, ക്ലീറ്റോ ചേട്ടനെ സംരക്ഷിക്കുന്ന ആൾക്കാര്. എടാ അതൊന്നുമല്ല, നീയൊക്കെ വിചാരിച്ച് ക്ലീറ്റോ വെറും പുല്ലാണ് അല്ലേ? ഇപ്പൊ മനസ്സിലായോ ക്ലീറ്റോയുടെ വില? അങ്ങനെ പറയല്ലേ ക്ലീറ്റോ, ഒരു കാര്യം വരുമ്പോഴല്ലേ നമ്മള്. നീ സംസാരിക്കണ്ട. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണ്ടല്ലോ. അപ്പൊ അമ്മവാ ഇനിയിപ്പോ അതൊക്കെ പറ, നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ പറഞ്ഞു. വേണ്ട, ഞങ്ങളൊന്നും തീരുമാനിച്ചല്ല ക്ലീറ്റോ, വേണ്ട. നിങ്ങൾ തീരുമാനിച്ചതല്ല, ഞങ്ങൾ തീരുമാനിച്ചത്. എന്തെങ്കിലും തീരുമാനിക്കും, ഞങ്ങളൊരു തീരുമാനത്തിൽ ഉറച്ചു. എന്തായാലും അതങ്ങ് പറഞ്ഞേക്കാം അമ്മവാ. അല്ല വേണ്ട വേണ്ട, താല്പര്യമില്ല. എന്നാ പിന്നെ ആർക്കും വേണ്ട, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പറയല്ലേ അമ്മ, ഇത് എന്താണെന്ന് കേൾക്ക്. അല്ല വേണ്ട വേണ്ട വേണ്ട, അതിപ്പോ അങ്ങനെ അവര് സമരം ചെയ്തിട്ട് ആ വിവരാജ് അവിടെ വരുന്നില്ലെങ്കിൽ വേണ്ട. നമ്മൾ തീരുമാനിച്ചു, കിട്ടുന്ന അഡ്വാൻസിന്റെ പകുതി അവർക്ക് കൊടുക്കാം, വാടകയുടെ പകുതി മാസം മാസം കൊടുക്കാം. അത് വേണ്ടെങ്കിൽ വേണ്ട, ആർക്കും വേണ്ട. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങള് ഈ തരുന്നവര് ആദ്യം സന്തോഷത്തോടെ അത് പറയണം. അല്ലാതെ ഇങ്ങനെ മുക്കി മൂളി അവിടെ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ളവര് അങ്ങനെ ഞങ്ങള് അങ്ങനെ ഇത് സന്തോഷത്തോടു കൂടി തരാന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞാല് എന്തൊരു സാധനം അവൻ കിട്ടിയിട്ട് നിനക്ക് തരാതിരുന്നു, അതൊന്നും ഓർത്താ. എന്ത് സാധനം തന്നിട്ടുള്ളത്? അയ്യോ ദൈവത്തെ മറന്ന് പറയരുത്. ഇനിയിപ്പോ പോട്ടെ, കഴിഞ്ഞതൊക്കെ പോയി. ഇത് നമ്മൾ തീരുമാനിച്ചതാ അല്ലേ? എന്താ തീരുമാനം? താല്പര്യം ഉണ്ടെങ്കിലാവാം, ഇല്ലെങ്കിൽ വേണ്ട, നിർത്തി. എന്താ തീരുമാനം എന്ന് പറ, ഞങ്ങളൊന്ന് പറഞ്ഞല്ലോ, അഡ്വാൻസ് കിട്ടിയതിന്റെ പകുതി നിങ്ങൾക്ക്, മാസ വാടക എത്ര കിട്ടുന്നു അതിന്റെ പകുതി നിങ്ങൾക്ക്. എന്താ സന്തോഷമായില്ലേ? നീ എന്ത് പറയണു? അല്ല അപ്പൊ റൂമിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞില്ലല്ലോ. റൂമിന്റെ എന്താ കാര്യം? അല്ല റൂം അപ്പൊ എനിക്ക് നടത്താൻ തരുമോ? കടമുറിയും തരില്ല, കടമുറി പരിപാടി ഇല്ല, അതില്ല, അത് നടക്കില്ല. എന്നാ അതിന്റെ വാടകയുടെ പകുതി കൂടെ തന്നാ മതി. ഒരിക്കലും തരില്ല. അല്ല അത് ലൈവിന് വേണ്ട, ജമന്തി തീരുമാനം. എന്ത് വേണം? ഏട്ടന്റെ പെങ്ങളല്ലേ, ഞാൻ എന്ത് തീരുമാനിക്കാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചാ മതി. നാത്തൂനൊരു വിഷമം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. അല്ല, നമ്മള് വാടക കിട്ടുന്നതിന്റെ പകുതി കൊടുക്കും, അഡ്വാൻസ് കിട്ടുന്നതിന്റെ പകുതിയും കൊടുക്കും. കടമുറയുടെ കൊടുക്കണ്ടേ? അതിപ്പോ നാത്തൂന് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്തോ. അല്ല വേണ്ട, സമരം ഞാൻ ഒന്നുകൂടെ ബലപ്പിച്ചോളാം. അല്ല അത് വേണ്ട, അത് വേണ്ട. ഞാൻ പറയട്ടെ, എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു അംഗമാണല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഈ കിട്ടുന്ന കാശ് പപ്പാതിയാക്കുന്നുണ്ട്, അപ്പൊ കടമുറി ഞാൻ നടത്തിക്കോളാം. അമ്മാവൻ ഞാൻ അതിന്റെ ഇടയിൽ കയറല്ലേ, കടമുറി വിട്ടുകളാ ക്ലീറ്റസ്, വിട്ടുകളാ. അത് ഞാൻ നടത്തിക്കോളാടാ. അല്ല അമ്മാവ് നടത്തിക്കോ, അവിടെ കിട്ടുന്ന ആ ലാഭത്തിന്റെ ഒരു വിഹിതം കൂടെ ഞങ്ങൾക്ക് തരണം. നാത്തൂന് എന്ത് പറയണോ അതുപോലെ അങ്ങ് ചെയ്തു. നാത്തു പറ. എന്താന്ന് വെച്ചാലൊക്കെ ചെയ്യ് ക്ലീറ്റോ. അപ്പൊ അതും കൂടെ സമ്മതമാണോ? അതും കൂടെ സമ്മതമല്ല, ഞാൻ നിർത്തുകയാണ്. എല്ലാം കൂടെ നിങ്ങളങ്ങ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാല് ഈ പരിപാടി വേണ്ട, നിർത്തിക്കോ. കടമുറി വേണ്ട. അപ്പൊ തീരുമാനമല്ല. അപ്പൊ തീരുമാനമായോ? അല്ല ഒരു കാര്യം ചെയ്യും, പിന്നെ അമ്മാവന്റെ കാര്യമല്ലേ, അമ്മാവനെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. വേണ്ട, അതങ്ങ് വിട്ടാരെ. ബാക്കിയുള്ള പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് കിട്ടണം. അല്ല അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അങ്ങോട്ട് വാലും പൊക്കി പോയിട്ട് അവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്ക്. അത് ഞാൻ എന്റെ പിള്ളേരെ വിളിച്ച് പറയാം. അവര് അവിടെ നിന്ന് നാളെ ഞാൻ മാറിക്കോളും. പിന്നെ ഒരു കാര്യം, ആ പിള്ളേരെ ഒതുക്കാനായിട്ട് ഇച്ചിരി കാശിന്റെ ചെലവ്. അതെന്തിനാ നീ പറഞ്ഞു വിട്ടാ അവര് പോയിക്കോളൂല്ലേ? അവരെ അങ്ങനെ അങ്ങനെയൊന്നും പോകില്ല. അവർക്ക് ദിവസം ഞാൻ ഇത്ര രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അപ്പൊ അതും കൊടുക്കാം, എത്ര കൊടുക്കേണ്ടി വരും? അതിപ്പോ ഞാൻ അവരോട് ചോദിക്കട്ടെ, അവര് പറയും. അത് കനകം തരും. അത് കനകം തന്നെ തരണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉറപ്പിക്കല്ലേ? എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താണ്? അഡ്വാൻസ് കിട്ടിയോ? അഡ്വാൻസ് കിട്ടിയിട്ടില്ല എന്റെ തങ്കം. അഡ്വാൻസ് കിട്ടുമ്പോ ക്ലീറ്റോയും കൂടി വരും അത് മേടിക്കാൻ വേണ്ടി. പിന്നെ അഗ്രിമെന്റ് എഴുതുമ്പോ ഒന്ന് കാണിച്ചു കൊടുക്കണം. എഗ്രിമെന്റ് എഴുതുമ്പോ അല്ല, എഗ്രിമെന്റ് എഴുതുമ്പോൾ ഞാൻ കാണണ്ടേ നിങ്ങൾ എത്രയാണ് മേടിക്കണതെന്നും എത്രയാണ് വാടക വെച്ചേക്കണമെന്നൊക്കെ ഞാൻ അറിയണ്ടേ. നിങ്ങൾ പറയണ എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചോണ്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ?
ആ പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇതൊന്നും നടക്കൂലെന്നേ. സമ്മതിച്ചു. കൊണ്ടുപോയിക്കോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അഡ്വാൻസ് മേടിക്കാൻ പോകുമ്പോ അവനെ കൊണ്ടുപോയി, എഗ്രിമെന്റ് എഴുതാൻ പോകുമ്പോഴും അവനെ കൊണ്ടുപോയി പോരെ. സമ്മതിച്ചോ? ശരി. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് പൂർണ്ണ സമ്മതാണോ? അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. എന്നാ രണ്ടുപേരും കൈ കൊടുത്തിട്ട് നമുക്കായിട്ട് തീരുമാനം എടുക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞങ്ങനെ കൈയെടുക്ക്. വേണ്ട അമ്മാവാ. കൈയൊന്ന് ഇതല്ല, എന്താ ഇതിന് കുഴപ്പം? അതല്ല, ഇടത്ത കൈയല്ല കൊടുക്കുക, വലത്ത കൈ. അപ്പൊ ഓക്കെ, എല്ലാം നമ്മൾ തീരുമാനിച്ച ഉറച്ച പോലെ. മതി. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ അവിടെ വന്ന് സമരം നിർത്തുന്ന കാര്യം പറയാനിരിക്കുവായിരുന്നു. ഞങ്ങൾ അതോടെയല്ലേ ഇങ്ങോട്ട് വന്നത്. എന്ത്? നമ്മുടെ സമരം വിജയിച്ച് ക്ലീറ്റസേട്ടാ. എങ്ങനെ? നമ്മുടെ സമരം കാരണം ഇവിടെ തുടങ്ങായിരുന്ന ബിവറേജ് അടുത്ത പഞ്ചായത്തിൽ മാറ്റി സ്ഥാപിക്കാൻ സർക്കാർ ഉത്തരവിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചായത്തിൽ ബിവറേജ് വരില്ല. അഭിവാദ്യങ്ങൾ Versus Alien.